Assalamualaikum, welcome to my YouTube channel. ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു രണ്ടുപേരൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് ഇതാണ് ചോറ്, പരിപ്പ് കറി, പിന്നെ ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് പൊരിച്ചതാണ്. കാരണം ചെമ്മീൻ കുറച്ചുള്ളായിരുന്നു, അപ്പൊ അത് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് പൊരിച്ചതാണ്. പിന്നുള്ളത് നമ്മുടെ ഡ്രൈ ചില്ലി ചമ്മന്തി, ഇത് പാക്കറ്റ് മേടിച്ചതാട്ടോ. പിന്നെ നമ്മുടെ കുക്കുംബർ. ഇത്രയും സംഭവങ്ങളാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിക്കുന്നത്. ചെമ്മീനും പരിപ്പ് കറിയാണ് കാണിക്കണത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, കാരണം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി നന്നായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെമ്മീനുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പറിലിട്ട് ജസ്റ്റ് 2 വലിച്ച് ചോപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ചോപ്പർ PGയുടെ ചോപ്പറാട്ടോ, നല്ല ചോപ്പറാണ്. പെട്ടെന്ന് പണി കഴിയാൻ ഏറ്റവും എളുപ്പമാണ്. വേഗത്തിലിട്ട് 2 വലിച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ചെമ്മീനും കൂടി ആഡ് ചെയ്യാണ്. സെയിം ഒന്നിച്ചിട്ട് തന്നെ ആട്ടോ ഇടുന്നത്. ചെമ്മീനും ഉരുളക്കിഴങ്ങും ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് എങ്ങനെയാ വെച്ചാൽ, എനിക്ക് എത്ര വേണ്ടതെന്നൊന്നും പറയാറില്ല. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നിങ്ങളുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇടേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടോ പറയണേ. പിന്നെ ഇട്ടത് മുളക് പൊടിയാണ്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും മുളകൊക്കെ നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതൊന്നും പറഞ്ഞുതരാൻ ആളല്ല. ഞാൻ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഞാൻ ഇട്ടതെന്ന് മാത്രം പറഞ്ഞുതരും, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. പിന്നെ ഉപ്പിടാതെ പിന്നെ നമുക്കൊരു കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ഉപ്പ് ഇടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ അതിലിട്ടിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെക്കട്ടെ. ചോറ് വെച്ചിട്ട് ഞാനിത് എങ്ങനെ ഫ്രൈ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ചോറ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രം വെച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് മിസ്സായിപ്പോയി. ഞാൻ പാത്രം വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടു. നമ്മൾ മസാല വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചു. കുറച്ച് വെള്ളത്തിൽ കേട്ടോ, ഓവർ വെള്ളം ഒന്നും വെച്ചിട്ട് വേവിച്ചില്ല. ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയത്. അതിൻ്റെ കുറച്ച് വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം ഞാനിതാ ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തിട്ടാൻ വേണ്ടാട്ടോ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ്, അല്ലാതെ ഓവർ വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിച്ചിട്ടില്ല. ജസ്റ്റ് 2-3 വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചു. എന്നിട്ട് അത് ആ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വിട്ട് നന്നായിട്ട് ചെമ്മീനും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഞാനിവിടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് കഴുകി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2-3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഞാൻ സാധാരണ എല്ലാത്തിലും ഇങ്ങനെ ഇടാം. അധികം തൊലിയൊന്നും കളയില്ല, ജസ്റ്റ് നന്നായിട്ട് കഴുകും, എന്നിട്ട് ചതച്ചിടും. ആ തൊലിയോട് കൂടി ഇടുന്നതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ഒരു 1-2 തണ്ട് കരിവേപ്പില നിങ്ങൾക്ക് എടുത്തിടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്ര ഉള്ളു പണി. നമ്മുടെ ചെമ്മീൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ ഇത് ആ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആ ഉരുളക്കിഴങ്ങിന് വരെ നമുക്ക് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചെമ്മീൻ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പം കുറേ ആയില്ലേ, ചോറിന് കൂട്ടി കഴിക്കാൻ മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിനി ഇങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളായിട്ടൊരു പരിപ്പ് കറി കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും പരിപ്പും ഒരു കുക്കറിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഉപ്പും പൊടികളായിട്ട് ആകെ ഇടുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് 2-3 വിസിൽ വരുത്തിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടിയായിട്ട്, ലൂസായിട്ടുള്ള കുറച്ച് കട്ടിയിൽ നന്നായിട്ട് വെന്തിട്ടുള്ളൊരു പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. 3 വിസിലും വരുത്തിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ 3 വിസിൽ വരുത്തിക്കേണ്ട, 2 വിസിൽ വരുത്തിച്ചാൽ മതി. എന്നാൽ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഞാൻ ഇനി ഇത് ഇവിടെ നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുത്തിക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്നു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ വിസിലൊന്ന് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ അതാ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തുണ്ട്. പരിപ്പ് വെന്തു, തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ, ഇത് കണ്ടില്ലേ നല്ല കട്ടിയിലാണ് ഈ കറി ഇരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ട, നിങ്ങൾക്ക് ഒഴിച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ, കുറച്ച് ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ സമയത്തും നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ചുവ വരും. അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിച്ച വെള്ളം ചൂടോടെ തന്നെ ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും കട്ടിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തൂമിക്കുക എന്നാണോ വറവിടാണോ എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തൂമിക്കുക എന്നാണ് ഇവിടെ പറയാറ്, കറി തൂമിക്കുക എന്ന്. അപ്പോൾ എന്തെന്നായാലും നമുക്ക് അത് ചെയ്യാം, വറവിടെ തൂമിക്കുക ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വയ്ക്കാം. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് സാധാരണ തന്നെ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, 1-2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുകഴിഞ്ഞിട്ട് വറ്റൽമുളക്, നമ്മുടെ ഉണക്കമുളക്, ചുവപ്പ് മുളക് എന്നൊക്കെ പറയുന്ന മുളക് 2 പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കരിവേപ്പില 2 ചില്ല് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു, അടുപ്പ് ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പണി. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതാ നല്ല കട്ടിയുള്ള പരിപ്പ് കറിയും റെഡി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഞാൻ എന്താ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ചോറ് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കുക്കുംബർ കൂടി ബാക്കിയുണ്ട്, അവിടുന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നായിരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് മതിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തോളി, വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താം. എന്നാലേ ഞാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. ദുഷ്ടേ. സൂപ്പർ ടേസ്റ്റ് ആണ്. അതായത് നമ്മുടെ ചെമ്മീൻ കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കട്ട് വെച്ചാൽ ഉരുളക്കിഴങ്ങിനും അതേ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി അറിയാലോ.